കേരളത്തിൽ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മുട്ട, മീൻ, ഇറച്ചി, പലചരക്ക്, പലവ്യഞ്ജന വസ്തുക്കൾ ഇതിനെല്ലാം വലിയ തോതിൽ വിലക്കയറ്റമുണ്ടായിരിക്കും. 50% മുതൽ 200% വരെ വിലക്കയറ്റം ഉണ്ടായിരിക്കും. ഇത്ര രൂക്ഷമായ വിലക്കയറ്റം സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. യാഥാർത്ഥ്യമാണ്. സാർ, ചോദ്യം എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചതെന്ന് ആദ്യം മന്ത്രി അസംബ്ലിയിൽ ഉത്തരം നൽകി. വിലക്കയറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ അറിഞ്ഞില്ലേ? സംസ്ഥാനത്തിന്റെ അഭിമാനകരമായ സ്ഥാപനം സപ്ലൈകോ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി പലവ്യഞ്ജന സാധനങ്ങളുടെയും അരി ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളുടെയും വില വർധനവ് തടയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ ഇടപെടലില്ലാതായി. നിങ്ങൾ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് സപ്ലൈകോയുടെ 50ാമത്തെ വർഷം അതിന്റെ അന്തകരായി മാറിയ സർക്കാർ എന്നാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. 4000 കോടിയോളം രൂപ സർക്കാർ കൊടുക്കാനുണ്ട് ഈ സപ്ലൈകോയ്ക്ക്. സാർ, ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, സർക്കാർ ഇതിനെ അഡ്രസ് ചെയ്യണം. സാർ, എന്റെ അറിവ് എല്ലാ ദിവസവും രാവിലെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എല്ലാ വിലയെ സംബന്ധിച്ച വിവരം കിട്ടുമെന്ന്. ആ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന്, കഴിഞ്ഞ മാസത്തിൽ നിന്ന് ഈ മാസം ഉണ്ടായിരിക്കുന്ന വിലക്കയറ്റം ഏതെങ്കിലും ഒരു ഐറ്റത്തിന് എന്തുകൊണ്ടുണ്ടായി എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം വേണം. നിങ്ങളുടെ സർക്കാരിൽ അങ്ങനെ ഒരു ഏകോപനമില്ല, ഒരു സംവിധാനവും ഇല്ല. നിങ്ങളുടെ പ്രയോറിറ്റി അല്ല, വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി? പാവങ്ങളൊന്നും നിങ്ങളുടെ പ്രയോറിറ്റിയിലില്ല. അത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല.